നമസ്കാരം, ഞാൻ ഷിബുക്കല. നാളെ ഈസ്റ്ററാണ്. അപ്പോൾ കുറച്ച് നല്ല വലമീൻ, പച്ചമീൻ വാങ്ങുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മരുന്നൊക്കെ ഇടാത്ത നല്ല മീൻ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ലൊരു വലിയ ബീച്ചാണ് ഈ ചെന്നൈയിലുള്ള മെറീന ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറീന ബീച്ചിലേക്കാണ് പോകുന്നത്. നമുക്ക് ഒന്ന് പോയി നോക്കാം. മീൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇന്നലെ വിട്ടുവള്ളി ആയതുകൊണ്ട് മീൻ പിടിക്കാൻ പോയോ അല്ലെങ്കിൽ മീൻ അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ മീൻ കിട്ടും. പക്ഷെ വലയിൽ നിന്നുള്ള മീൻ വാങ്ങുക എന്നുള്ള കുറച്ച് ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമുക്ക്. അതില്ലെങ്കിൽ ഞാൻ പോയ പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി തരാം. ഓക്കെ, ബൈ. അപ്പം ഞാനിങ്ങനെ മീൻ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെന്നൈയിൽ ഈ മെട്രോ സ്റ്റേഷൻ്റെ ചില സ്ഥലങ്ങളിലേക്ക് മെട്രോ കൂട്ടുന്നത് കൊണ്ട് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ ഇച്ചിരി പ്രശ്നത്തിൽ കിടക്കുകയാണ്. എന്നാലും നല്ല രാവിലെ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ പോയാൽ അറിയാം മീൻ തന്നെ ഓട്ടോ കിട്ടിയാൽ ഊട്ടിയില്ലേ ചട്ടി. പക്ഷേ വലമീൻ തന്നെ വേണം. സാധാരണ മീൻ നമുക്ക് അവിടെ വയ്ക്കാനുണ്ട്, പക്ഷേ ആ മീൻ വേണ്ട എന്നുള്ളതൊക്കെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. മനുഷ്യനകത്ത് തന്നെ പിടിച്ചുകൊണ്ട് വലയിൽ എടുത്ത് തരുന്ന തന്നെ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നമുക്ക് പോയി നോക്കാം. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം ഇത്രയും റിസ്ക് എടുത്ത് ഈ മീൻ മേടിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ. പക്ഷേ ഇപ്പം ഞാനിപ്പം കോടമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. കോടമ്പാക്കം ബ്രിഡ്ജ് വഴി ഇങ്ങനെ വണ്ടിയായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മീൻ മേടിക്കുക എന്നുള്ളത് മീൻ കഴിക്കുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇത് മേടിക്കാൻ പോവുക, അവിടെ പോയി നിന്ന് വില പേശി മേടിക്കുക, അതൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും അല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമുക്ക് ഈ കോടമ്പാക്കം ബ്രിഡ്ജിൽ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ ചെന്നാൽ അറിയാം, മീൻ കിട്ടിയാൽ ഭാഗ്യം. വയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോടമ്പാക്കം എന്ന് പറയുന്ന സ്ഥലം. ചെന്നൈയിലെ പ്രധാനപ്പെട്ട ഒരു പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ കോടമ്പാക്കം. കാരണം തമിഴ്നാട് ചെന്നൈയെക്കുറിച്ച് അറിയാൻ വയ്യാത്ത പലർക്കും കോടമ്പാക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഒരുപാട് സിനിമാക്കാരുടെ ലൈഫ് അവർക്ക് കിട്ടിയ ഒരു സ്ഥലമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ഒരുപാട് നടന്മാർ കഷ്ടപ്പെട്ട് താമസിച്ച ഒരു സ്ഥലമാണ് ഈ കോടമ്പാക്കം എന്ന് പറയുന്നത്. ഈ പെട്രോൾ കുറച്ച് തീർന്നു പോയപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ കയറി കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് പയ്യെ വീണ്ടും യാത്രയാവുകയാണ്. ഇത് ചെന്നൈയിലെ പേര് കേട്ട ഒരു സ്ഥലമാണ്. ജെമിനി എന്ന് പറയും. ജെമിനി ബ്രിഡ്ജ് എന്നൊക്കെ നിങ്ങൾ മിക്കവാറും പഴയ സിനിമകളിലൊക്കെ ഈ ബ്രിഡ്ജ് ഉള്ളതാണ്. അവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഞാനിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ കയറിയ മൗണ്ട് റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സെൻട്രലിലൊക്കെ ഇതിലെയാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കാലിച്ചായ അടിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കാലിച്ചായ അടിക്കാം. ഇവിടെ വല്ല കട വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ ഒരു കടവുണ്ട്. അവിടെ കാലിച്ചായ അടിച്ചിട്ട് പോകാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ബീച്ചിലേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ബീച്ചിൽ കൂടി ഇങ്ങനെ ഈ വണ്ടിയെ ഓടിച്ച് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ബീച്ചും ഈ റോഡും കൂടെ വളരെ ചേർന്നാണ് കിടക്കുന്നത്. നമുക്ക് മീൻ കാണുമ്പോൾ വണ്ടി നിർത്തുക, വാങ്ങുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. ഇത് കണ്ടാൽ മനസ്സിലാകും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ എവിടെയും മീനുണ്ടോ നോക്കട്ടെ ആദ്യം കേട്ടോ. ഇവിടെ കുറേ മീനൊക്കെ റോഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വലയെന്ന് എടുത്ത് ഇത് മരുന്ന് വെച്ച മീനാണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നോക്കിയിട്ട് നല്ല മീൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി വാങ്ങാം. ഇപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവധിയല്ലേ, നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് ഇന്ന് ഗവൺമെൻറ് ലീവാണെന്ന് തോന്നുന്നു. ഇന്നലെയും ലീവായിരുന്നു. നമുക്കെന്തായാലും വല അഴിച്ചിട്ട് ഇവർ വിൽക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അത് കഴിഞ്ഞ് മീൻ മേടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം.
വണ്ടികൾ കുറവാണ്, ആൾക്കാർ കൂടുതൽ നടന്നു വരുന്നത് കൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് റോഡിൽ കൂടെ പോകാൻ പറ്റും. കിലോ മീനുകൾ കിടക്കുകയാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ വലയിൽ നിന്ന് മീനെടുത്തിടുന്നുണ്ട്, നമുക്ക് നോക്കാം നല്ല മീനുണ്ടെന്ന് വെച്ചാലും വാങ്ങാം. കുറേ വലകളുണ്ട് കേട്ടോ, കുറേ വല മീനിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2-3 ഞാൻ കണ്ടു. ഇനി അടുത്ത് ഇവിടെ മിക്കവാറും ഉണ്ടാവും. ഇവിടെ ഇവന്മാരോട് വില പറഞ്ഞ് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആദ്യം. ഇതൊരു 100 രൂപയ്ക്ക് പോടണം. ആ രണ്ട് മീൻ എക്സ്ട്രാ പോടണം. ഒരു 100 രൂപയ്ക്ക് കൊടുക്കണം. അതെന്നാണ് അന്ത മീൻ? ഇതാണ് പാരയാ? അത് കാരക്കുടി എന്ന് പറഞ്ഞൊരു മീനാണ്. നമുക്ക് നോക്കാം. 100 രൂപയ്ക്ക് പുള്ളി സമയം നല്ല രീതിയിൽ തരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അല്ല ഈ വലയിൽ നിന്ന് ഇപ്പോൾ എടുത്ത മീനാണ് ഇതൊക്കെ. ഒരു 300 രൂപയുടെ മീൻ. அதுதானே நான் வண்டியில் பாடினேன். கிழங்கான்னு ஒரு மீன், நல்ல மீன். இல்லை இல்லை லைவ் இல்லைன்னா நான் வரமாட்டேன்ல. ஏதாவது ஒன்றும் போட்டு விடு, நல்லொரு மீன் மறக்கிறதுக்கோ. வஞ்சிரம் அப்படியா? 2 வஞ்சிரம் ஒரு மத்தி போட்டு. சரி, இவ்வளோ வச்சுட்டிங்களா? சரி. இப்போ நான் 200 രൂപ കൊടുക്കണമല്ലേ? ஆமாம் சார். ഗൈസ്, ഇത് നിങ്ങൾ കണ്ടോ? ഇത് ഇഷ്ടംപോലെ മീനാണ്. ഇവിടെയും വലയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീൻ. ഇതുണ്ടോ? ചെറിയ വല ഈ സൈഡിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ്. പക്ഷേ ഈ രാവിലെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ മീൻ കിട്ടുന്നത്. നമുക്ക് വളരെ ലാഭത്തിലാണ് അവർ തരുന്നത്. ഇവിടെയൊക്കെ മീനെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യനൊക്കെ ഉദിച്ചങ്ങോട്ട് വരുന്നേ ഉള്ളൂ കണ്ടോ. ഈ സമയത്ത് ഈ കടലിൽ വന്നിട്ട് നമ്മൾ ഈ മീൻ വാങ്ങുക എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ കയ്യിൽ മീൻ ഇരിക്കുക കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ മീനുണ്ട് കണ്ടോ. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല മീൻ, ചില ദിവസങ്ങളിൽ നമുക്ക് വലിയ മീനും കിട്ടും ചിലപ്പം. പക്ഷേ ഇന്നിപ്പോൾ വലിയ മീനില്ല, ചെറിയ മീനാണ് കിട്ടിയേക്കുന്നത്. എന്തായാലും ഈസ്റ്റർ ദിവസം വന്ന് വാങ്ങാൻ പറ്റിയത്. ഒന്നാമത്തെ കാര്യം ഈ ചെറിയ മീനാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നമല്ല. ഈ മരുന്നോ അങ്ങനെയുള്ള ഐസ് പോലും ഇടാത്ത മീനാണ് ഞാനിപ്പോൾ വാങ്ങിയത്. നിങ്ങൾ കണ്ടല്ലോ. ഗൈസ്, ഞാൻ വന്ന കാര്യം മീൻ വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് റോഡും ബീച്ചും മീൻ കടയും എല്ലാം അടുത്തടുത്തായതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായിരുന്നു. എന്നാലും വളരെ ഹാപ്പിയാണ്. നല്ല മീൻ കിട്ടി. ചെറിയ മീനാണെന്നേ ഉള്ളൂ, എന്നാലും നല്ല ഒറിജിനൽ മീൻ. അയ്യോ, വെള്ളം കയറി വരും. നല്ല ഒറിജിനൽ മീൻ വാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ നിന്നൊക്കെ ഈ ചെന്നൈയിലൊക്കെ വരുമ്പം ഈ മെറീന ബീച്ചിലൊക്കെ ഒന്നും വരാൻ മറക്കണ്ട. കാരണം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇനി പ്രത്യേകിച്ച് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ വന്നേക്കുന്നത് കൊണ്ട് നല്ല മീൻ കിട്ടി. കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വലയിൽ നിന്ന് അവരിങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും മീൻ പയ്യെ ചെയ്യാൻ തുടങ്ങുമല്ലോ. കാരണം മരുന്നുമില്ല, എന്താ പറയുക, ഐസും ഇല്ല.
അവർ വേഗം ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക, പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് മലയാളികൾ ഇവിടെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് മലയാളികൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഹാപ്പിയാണ് ഞാൻ, കാരണം വന്നതുകൊണ്ട്. ചിലപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പോൾ ഇന്ന് മീൻ ഇല്ലെങ്കിൽ, ഇന്നലെ ഒരു ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ ഒരുപക്ഷെ മീൻ കിട്ടാൻ ചാൻസസ് കുറവായിരുന്നു. എന്തായാലും മീൻ കിട്ടി, അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. രാവിലെ ആയതുകൊണ്ട് വെയിലും കുറവാണ്. അപ്പോൾ ഈ മീൻ വാങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ വന്ന കാര്യം സാധിച്ചു. അപ്പോൾ ഇനി പയ്യെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കടലും കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. ചെന്നൈയിലെ മെറീന ബീച്ച് അടിപൊളിയല്ലേ? അപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എത്ര മീൻ മേടിച്ചാലും മതിയാവില്ല. പിന്നെയും മീൻ വേണം, കാണണം. ഇത് പൊതുവേ മലയാളികൾക്ക് കിട്ടിയേക്കുന്ന ഒരു ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് ഞാൻ വാങ്ങി, ആക്ച്വലി 100 രൂപയ്ക്ക് വാങ്ങി, പിന്നെ ഒരു 100 രൂപയ്ക്ക് വാങ്ങി, പിന്നെ ഒരു 100 രൂപയ്ക്ക് വാങ്ങി. ഏകദേശം ഒരു 300-400 രൂപയുടെ മീൻ ഞാൻ വാങ്ങി. എന്നാലും ആ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോ മീനുണ്ട്. എന്നിട്ടും മതിയായില്ല. ഇങ്ങനെ ഈ ഭാഗത്ത് ഒന്നും കൂടെ തപ്പി നോക്കാം. കുറച്ചുകൂടെ ലാഭത്തിൽ മീൻ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ വീടെടുത്തു. ഇനി വീട്ടിൽ നമുക്ക് ചെന്നിട്ട് ഈ മീനൊന്ന് കുടഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. 500 രൂപയുടെ മീൻ എത്ര ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ കേസ് മീൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഈ മീൻ കുടഞ്ഞ് കാണിക്കാം എന്ന് പറഞ്ഞില്ല. കാരണം അവിടെ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് മനസ്സിലാകത്തില്ല. ഞാൻ 500 രൂപയുടെ മീനെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ അത് എത്രത്തോളം ആ മീൻ ഉണ്ടാകും എന്ന് ഞാനൊന്ന് കുടഞ്ഞിട്ട് കാണിക്കാം. ഏകദേശം കണ്ടോ, 5 പൊതിയോളമുണ്ട്. 5 പൊതിയോളമുണ്ട്. വെറും 500 രൂപയുടെ മീൻ. ഞാൻ നിങ്ങൾ കണ്ടല്ലോ, 100 രൂപയ്ക്കാണ് ഞാൻ എല്ലാം മേടിച്ചത്. അപ്പം ഞാൻ ഇങ്ങോട്ട് കുടഞ്ഞിടാൻ പോവാം. ഇത് അയല പോലത്തെ ഒരു മീനാണ്. അടുത്തത് മണലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അവർ ആ ബീച്ചിലിട്ട് വിൽക്കും. നിങ്ങൾ കണ്ടതല്ലേ വിഷുവിൽ? അത് ഞാൻ പിടിക്കുന്ന നോക്ക്. നമുക്ക് 500 രൂപയ്ക്ക് പോലെ ഈ മീൻ. ഈ മീനൊക്കെ കഴിക്കാൻ, ഈ മീനൊക്കെ നല്ല വിലയുള്ള മീനാണ് ഈ സാധനം. പിന്നെ അടുത്തത് നമ്മുടെ നാട്ടിൽ ഇതിനെന്താ കുറിച്ചി എന്നാണ് പറയുന്നത് തോന്നുന്നു. പക്ഷേ ഇത് പച്ചക്കുറിച്ചാണ്. വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ ആര് കൂട്ടി പിടിക്കും? ആരിപ്പോൾ ഒരു വലിയ പ്രശ്നം. ഇത് പാരയാണ്. ഇത് പാരയുടെ കുഞ്ഞാണ്. ഇത് നല്ലതാണ്. ഇപ്പം ഇത്രയും മീൻ നമുക്ക് 500 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചോണ്ട് വന്നത്. പോരെ നമുക്ക് ഒരാഴ്ച കൂടുതലേ. ഈ മീൻ കണ്ടോ, ഇതൊക്കെ നല്ല, ഇത് എനിക്ക് കടവരാൽ ആണെന്ന്. കടവരാലിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അതെ, നല്ല മീനല്ലേ ഇത്. ഇതാണ് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ സാധനം ഇതിന് മണങ്ങെന്നാണ് പറയുന്നത്. പക്ഷേ മണ്ണൊക്കെ അങ്ങനെ മണലുണ്ട്, അതുകൊണ്ടായിരിക്കും മണങ്ങെന്ന് പറയുന്നത്. മണൽ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കും മണങ്ങെന്ന് പറയുന്നത്. ഇത് കണങ്ങ്, മണങ്ങിൻ്റെ ചേട്ടൻ കണങ്ങ്. കൊള്ളാവോ? സൂപ്പർ അല്ലേ? ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാങ്ങാൻ എളുപ്പമാണ്. വണ്ടി ഓടിച്ച് പോയി മീനൊക്കെ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങാം. പക്ഷേ ഇത് വെട്ടിയെടുക്കുന്ന കാര്യം, അവിടെ വെട്ടാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 2 ദിവസം കഴിഞ്ഞ് വെട്ടി വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങിയ ഉടനെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഇവിടെ വന്ന് വെട്ടാമെന്ന് ഓർത്തു. ഇത് വളരെ ഈസിയാണ്. നമ്മൾ ബുദ്ധിമുട്ടായിട്ട് കരുതി എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഇത് വളരെ എളുപ്പമാണ്. നല്ല മീനാട്ടോ, നല്ല പച്ചയാണ്. ഇച്ചിരി പാടുണ്ട്, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇതൊക്കെ പോവും.
നല്ല നല്ല കളർ ഉണ്ടോ, നല്ല പച്ച മീനാണ്. ഗൈസ്, ഞാൻ മേടിച്ചോണ്ട് വന്ന മീനെല്ലാം ഒറ്റയടിക്ക് വെട്ടി തീർത്തു. ഇത് ലാസ്റ്റ് മീനാണ്. ഇതുണ്ടോ, ലാസ്റ്റ് മീനാണിത്. മീൻ വെട്ടുകാർ പോലും ഇത്ര സ്പീഡിൽ വെട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കത്രിയൊക്കെ അതിന് നല്ല എളുപ്പമായിരുന്നു. അപ്പൊ ലാസ്റ്റ് മീൻ അതാ, ഇത് ഞാൻ വെട്ടി തീർത്തു. ഇത്രയും മീൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ കുടലും തലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കുറച്ച് ദിവസം ഇരുന്നോളും. അപ്പോൾ കുറച്ച് ഒരു അര കിലോ അല്ല ഓരോ കിലോ ഒക്കെ ഇട്ട് ചെറിയ ചെറിയ കവറിനകത്താക്കിയിട്ട് ഫ്രീസറിനകത്ത് കയറ്റി വെക്കുക. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക, റെഡിയാക്കുക. അന്നേരം തന്നെ നമുക്ക് പെട്ടെന്ന് വെട്ടാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് വെട്ടി തീർത്തത്. ഏതായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അത് ഞാൻ ഈ മീനെല്ലാം ഇതിന് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി ഒന്നും കൂടെ നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു കിലോ അല്ലെങ്കിൽ അര കിലോ നമ്മുടെ ഇഷ്ടം പോലെ വെക്കാം. ഒരു കിലോ പാക്കിലേക്ക് ഈ ഒരു സൈസ് മീൻ മാത്രം ഒരു സെറ്റ് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം ചെറിയ മുള്ളുണ്ട് ഇതിന്. അപ്പോൾ മുള്ള് കിട്ടാതെ നോക്കണം. കുറിച്ചിയും പാരക്കുഞ്ഞുമാണ്. ഇതൊരു കവറിനകത്ത് ഇത് ഒറ്റ കവർ. ഇതിനെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇതുകൊണ്ട് ഇതിനെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവനെ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മൾ കറിക്ക് വേണ്ടിയാണ് എടുക്കുകയാണ്. ഇവനെ കറിയാക്കുക. മറ്റേ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുവാണ്. ഇവനെ കറിയാക്കുന്നു. ഇതൊരു സെറ്റ് കറിക്ക്. ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുളക് അരച്ച് പുരട്ടി വറക്കാൻ. ഇവനെ വറക്കാനുള്ള പരിപാടിയാണ്. 500 രൂപയുടെ മീൻ ലാഭമല്ലേ കേസ്? വെറും 500 രൂപയുടെ മീനാണ്. കണ്ടില്ലേ പോരെ? അപ്പോൾ ഇതെല്ലാം അന്ന് കയ്യോടെ വെട്ടിയില്ലെങ്കിൽ പഴുത്തു പോകും. അങ്ങനെ നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പഴുത്തു പോകും. ഇനിയിപ്പോൾ നമ്മൾ കറി വെക്കാൻ നേരത്തെ അല്ലെ വറക്കാൻ നേരത്തെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പണി കഴിയും. അന്നേരം വെട്ടാനും നിൽക്കേണ്ട. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. JS എൻ്റർടൈൻമെൻറ്റിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. നല്ല നല്ല വെറൈറ്റി വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.